12,000 ബിസ്മിയുടെ അമല് കേൾക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് പതിനായിരങ്ങൾ ചെയ്ത് ആയിരങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് 12,000 ബിസ്മിയുടെ അമല്. ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി അമലുകൾ പറഞ്ഞിട്ടുണ്ട്. 786 ബിസ്മി ചൊല്ലുന്നത് ഉൾപ്പെടെ കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചൊല്ലേണ്ട ചില എണ്ണമുണ്ട്. അത് ഉൾപ്പെടെ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ബിസ്മിയുടെ ദുആവും വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ബിസ്മിക്ക് വലിയ പവറാണല്ലോ. അത് നമ്മൾ ഈ ദുആവും കൂടെ ചേർത്തിയിട്ട് ബിസ്മി ചൊല്ലുമ്പോൾ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് ചൊല്ലാൻ എളുപ്പമുള്ള ബിസ്മിയുടെ ഒരു ദുആ ഉണ്ട്. ചിലതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇത് വളരെ എളുപ്പമാണ് ചൊല്ലാൻ. അങ്ങനെയുള്ളൊരു ദുആ ഇൻഷാ അല്ലാഹ് ഇന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ബിസ്മിയുടെ ഏത് അമല് ചെയ്തിട്ടും ഈ ദുആ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഇജാബത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ റാഹത്തും ഇസ്സത്തും സന്തോഷവും റിസൾട്ടൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ്. ഞായറാഴ്ച 10 മണിക്ക് അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്താൻ. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് എന്നറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല റാഹത്തും ഇസ്സത്തും സന്തോഷവും സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യണം. പല ആളുകളും പല വിഷയങ്ങളും താഴെ എഴുതി അറിയിക്കും. അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയുമ്പോൾ നല്ല റാഹത്തോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ബിസ്മിയെക്കുറിച്ച് പറയുമ്പോൾ ബിസ്മി വളരെ ഫലം ലഭിക്കുന്ന മുൻകഴിഞ്ഞ അമ്പിയാക്കൾ ഉൾപ്പെടെ ഔലിയ ഉൾപ്പെടെ അവരുടെ ജീവിതത്തിലെ പല വിഷയങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന പവർഫുള്ളായിട്ടുള്ള വളരെ സവിശേഷമേറിയ ചില അമലുകളുണ്ട്. ബിസ്മി മുറുകെ പിടിച്ചത് കൊണ്ടുണ്ടായ ഒരുപാട് നേട്ടങ്ങളൊക്കെയുണ്ട്. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആദ്യമായിട്ട് ഇറക്കിക്കൊടുത്തത് ബിസ്മിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ബിസ്മി ഇറക്കി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ ഖബൂൽ നൽകിയത്, തൗബയൊക്കെ സ്വീകരിച്ചിട്ട്. പിന്നെ ബിസ്മി ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പിന്നീട് അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അവതീർണമാകുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ബിസ്മി കൊണ്ടായിരുന്നു എല്ലാം നേടിയെടുത്തത്. കപ്പലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റാർട്ടർ, അതിൻ്റെ ബ്രേക്കർ, അതൊക്കെ ബിസ്മി ആയിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ആ കപ്പലിൽ വെച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു, നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് കപ്പൽ ജൂദി പർവ്വതത്തിൽ അണഞ്ഞപ്പോൾ വീണ്ടും ബിസ്മി ചൊല്ലി ആ ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു. അപ്പോൾ ബിസ്മിയുമായി ബന്ധപ്പെട്ടാണ് പല സംഭവങ്ങളും പല വിഷയങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അവതീർണമാകുന്നത്. നമ്രൂദ് എന്ന ധിക്കാരിയായ ഭരണാധികാരി, ദുഷ്ടനായ ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റുവില്ലിൽ വെച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എയ്തു വിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബിസ്മി ചൊല്ലി, ബിസ്മി കാരണം ബിസ്മിയുടെ പവിത്രത കൊണ്ട് ആ അഗ്നികുണ്ഡം കെട്ടടങ്ങി, തീകുണ്ടാരം കെട്ടടങ്ങി, ചന്ദനച്ചാറ് പോലെ അത് കുളിരായി മാറി. പിന്നീട് ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു. വീണ്ടും അത് അവതീർണമാകുന്നത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ഫിറഔനും പടയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശക്തമായ രൂപത്തിൽ ആക്രമിക്കാനും ദുൽമ ചെയ്യാനും നിന്നപ്പോൾ ബിസ്മി ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെങ്കടൽ കടന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരുമൊക്കെ രക്ഷപ്പെടുമ്പോൾ അവരെ വധിക്കാനും ആക്രമിക്കാനും ചെന്നിരുന്ന ഫിറഔൻ സംഘങ്ങളെ ആ തിരമാലകൾ, ആ കടൽ വിഴുങ്ങി. നമുക്കറിയാം സംഭവം ഒക്കെ ബിസ്മിയുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ നോക്കൂ, എത്ര വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെയും ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു. വീണ്ടും അത് അവതരിച്ചത് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു.
അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിമൃഗാദികളുടെയും കാറ്റിനെയും ഒക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു അല്ലേ? എല്ലാ ജീവികളുടെയും ഭാഷകൾ അറിയായിരുന്നു. ജിന്നുകളോട് അവരുടെ ഭാഷ, അവരുമായി ഇടപെടാൻ യാതൊന്നും ഉലകിൽ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ കീഴടങ്ങാത്ത ഒന്നും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. പിന്നെയും അത് ഉയർന്നു. വീണ്ടും അത് അവതരിച്ചത് മഹാനരായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. ജന്മനാ കുരുടരായിരുന്നവർ, കുഷ്ഠരോഗം ബാധിച്ചവർ, മാറാവ്യാധികളുണ്ടായിരുന്നവർ, അത്തരമൊരു സമുദായത്തിലേക്കാണല്ലോ മഹാനരായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്നത്. ബിസ്മി ചൊല്ലി മയ്യത്തുകൾ തടവിയാൽ ആ മയ്യത്തുകൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ആ മയ്യത്ത് എഴുന്നേറ്റ് നിന്നിരുന്നു. കുഷ്ഠരോഗികളും ജന്മനാ കുരുടരുമായിരുന്ന മാറാവ്യാധികൾ അകപ്പെട്ടിരുന്നവർക്ക് ബിസ്മി ചൊല്ലിയാൽ അത് ഷിഫയാകുമായിരുന്നു. അങ്ങനെ ആ ബിസ്മി വീണ്ടും ഉയർന്നു. പിന്നീട് അത് അവതരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. നമുക്കൊക്കെ അറിയാം. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ സകല അംബിയായിനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് എത്രമേൽ യൂസ്ഫുള്ളായി, എത്രമേൽ അവർക്ക് ഉപകാരപ്പെട്ടു, എത്രമേൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വിഷയങ്ങൾ പലതായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അല്ലേ, എല്ലാം ഒരു വിഷയമല്ല, പല പല വിഷയങ്ങളായിരുന്നു. ആ പല വിഷയങ്ങൾക്കും അതൊരു പരിഹാരമായി മാറി. പ്രിയമുള്ളവരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്, ആ ബിസ്മി കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ബിസ്മി ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലും വലിയ ബറക്കത്ത് ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ അത് കാരണമാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് മുത്തുനബി തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നതല്ലേ? നമുക്കൊക്കെ അറിയാം. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഏതു കാര്യവും നല്ല കാര്യവും തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി തുടങ്ങണം, അത് ബറക്കത്താണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നു. ആ ബിസ്മി ചൊല്ലിയാൽ നിറവേറാത്ത ഉദ്ദേശങ്ങളില്ല. ഏത് സത്യവിശ്വാസിയും എന്തുദ്ദേശത്തോടെ ബിസ്മി ചൊല്ലിയാലും അതിൽ വലിയ ബറക്കത്തുണ്ടാകും. ബിസ്മി ചൊല്ലി തുടങ്ങിയതിൽ വലിയ ബറക്കത്തുണ്ടാകും. അവസാനം അത് അവതരിച്ചത് ഹബീബായ തങ്ങളിലേക്കാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം നേടിയെടുത്തത് ആ ബിസ്മി കൊണ്ടാണ്. അങ്ങനെയുള്ള ബിസ്മിയുടെ ദുആ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയണം. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബിസ്മി 21 തവണ ചൊല്ലിയാൽ പൈശാചിക വിഷമങ്ങളൊന്നും ഉണ്ടാകൂല, പെട്ടെന്നുള്ള മരണം ഉണ്ടാകൂല, എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ആ രാത്രിയിൽ സുരക്ഷിതത്വം ലഭിക്കും. ഒരക്രമിയുടെ മുഖത്ത് നോക്കിയിട്ട് 50 തവണ ബിസ്മി ഉരുവിട്ടാൽ അയാൾക്ക് നമ്മളെ ജയിച്ചടക്കാൻ കഴിയൂല. അത് ഉറക്കെ ഉച്ചത്തിൽ ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഏതു തരത്തിലുള്ള വേദനയ്ക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വേദനയുള്ള ഭാഗത്ത് കൈ വെച്ചുകൊണ്ട്, എവിടെയാണോ വേദന അവിടെ കൈ വെച്ചുകൊണ്ട് ചൊല്ലിയാൽ, 100 തവണ ചൊല്ലിയാൽ ആ വേദന സുഖപ്പെടും എന്നുള്ളതാണ്. ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു സ്പെഷ്യൽ ദുആ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുആ ഏത് അമൽ ചെയ്തിട്ട് ചൊല്ലിയാലും നല്ല ഫലം ലഭിക്കും. നിങ്ങളത് കാണാതെ പഠിക്കുക. ഇതിൻ്റെ ഒരു ക്ലിയർ ഉള്ളൊരു പിക്ചർ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്, ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ടാവില്ല. ഇതെങ്ങനെ വായിക്കേണ്ടത് എളുപ്പമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹുർമത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഫദ്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഅളമത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിജലാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിജമാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബികമാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹൈബത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിമൻസിലത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിമലക്കുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിജബറൂത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബികിബ്രിയാഇ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിസനാഇ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിബഹാഇ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബികറാമത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിസുൽത്താനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിബറക്കത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഉസ്സത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഖുവ്വത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഖുദ്റത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇർഫഅ് ഖദ്രി വശ്റഹ് സ്വദ്രി വയസ്സിർ അംരി. ഇർഫഅ് ഖദ്രി വശ്റഹ് സ്വദ്രി വയസ്സിർ അംരി വർസുഖ്നി മിൻ ഹൈസു ലാ യുഹ്തസബ് ബിഫദ്ലിക വകറമിക യാ മൻ ഹുവ
കാഫ് ഹാ യാ ഐൻ സ്വാദ് ഹാമീം ഐൻ സീൻ ഖാഫ് وأسألك بجلال العزة وجلال الهيبة وجبروت العظمة أن تجعلني من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون برحمتك يا أرحم الراحمين. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ദുആ ആണ്. ഇതിൻ്റെ ഓരോ ബിസ്മിയുടെ തുടക്കത്തിലും ചേർത്ത് കൊടുത്ത ആ ഒരു പദങ്ങളുടെ ആശയങ്ങൾ ചിന്തിച്ചാൽ മതി അതിൻ്റെ അർത്ഥവിശാലത മനസ്സിലാക്കാൻ. അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ, പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ചൊല്ലുക. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.